ആ എവിടുന്നാ? ഇവിടെ ഒരു വള്ളം വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ആ ഉണ്ട്. ഇങ്ങോട്ട് കയറി ഇരി. വേണ്ടേ, ഇവിടെ നിന്നോളാം. അത് വേണ്ട, ഇങ്ങോട്ട് കയറി ഇരി. എവിടുന്നാ വരുന്നത്? അങ്ങ് നീർക്കുന്നതെന്ന് വരികയാണ്. അപ്പം നടന്നു വളരെ ക്ഷീണിച്ചു കാണുമല്ലോ. പാപ്പിക്കുഞ്ഞേ, പാപ്പിക്കുഞ്ഞേ, എന്തോ ദാ കുടിക്കാൻ എന്തെങ്കിലും ഇങ്ങോട്ട് കൊട്. നമ്മുടെ വള്ളം മേടിക്കാൻ വന്ന ആളാ. മോരും വെള്ളം മതിയോ? എന്തെങ്കിലും കൊട്. അപ്പൊ വള്ളം ഒന്ന് കാണണ്ടേ? വള്ളം ഞാൻ കടപ്പുറത്ത് വെച്ച് കണ്ടായിരുന്നു. ഓ എങ്കി വില പറഞ്ഞ? വിലയൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞാ മതി. അയ്യോ, അത് അങ്ങോട്ട് വെച്ചാ മതി. അതെന്തിനാ? അങ്ങോട്ട് വാങ്ങിച്ച് കുടി. കടപ്പുറത്ത് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അച്ഛനോട് പറയാണ്ടിരിക്കാണ്ട് ഒക്കുവോ? അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഒരു പെണ്ണ് പ്രായമായി നിൽക്കുമ്പോ അവളെ കെട്ടിച്ചയക്കാണ്ട് വള്ളവും വിലയും വാങ്ങണതാണോ തിരക്ക്? അതുകൊണ്ട് ചോദിച്ചതാണ്. അച്ഛൻ ഇതിന് സമാധാനം ഉണ്ടാക്കി തരണം. അവനെ ഞാൻ പഠിപ്പിച്ചേക്കാം. അവൻ വെള്ളവും വിലയും വാങ്ങി ഇങ്ങ് വരട്ട്. ഒറ്റ ഒരുത്തന് അവന്റെ വെള്ളത്തെ കയറുന്ന ഞാൻ പറഞ്ഞെന്ന് പറ. വില പേശാൻ വേണ്ടി പറയല്ല, ഒരു നീക്കുപോക്കൊക്കെ വേണ്ടേ ചെമ്പൻകുഞ്ഞെ? ഇനി ഒന്നും പറയണ്ട, ഇതങ്ങോട്ട് മേടിച്ചാട്ട്. എന്റെ കയ്യിൽ ഇതേ ഉള്ളു. ഞാൻ ആദ്യം പറഞ്ഞ തുകയുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ചെമ്പൻകുഞ്ഞെങ്കിലും നന്നായി വാ. അച്ഛാ, ഇന്നെനിക്ക് സിനിമയ്ക്ക് പോകണം. അത്രേ ഉള്ളോ? പൊയ്ക്കോ. മകനാണ്. അതെ, ഒന്നേ ഉള്ളു കേട്ടാ. ചോറ് കാലായിട്ടുണ്ട്, ഉണ്ടേച്ചിരുന്നാ പോരെ. എന്നാ എഴുന്നേര് ചെമ്പൻകുഞ്ഞെ. എടി, അപ്പുറത്ത് വള്ളം മേടിക്കാൻ പോയ ആള് വന്നോടി. ആര് തിരക്കണേ? എങ്കിലും ആ പെണ്ണിങ്ങനെ നിൽക്കുമ്പോ അയാൾക്ക് വള്ളം വരെ മേടിക്കാൻ തോന്നിയല്ലോ. എടി പോഴത്തി, പെണ്ണിനെ കെട്ടിച്ചേച്ചാ രൂപയുണ്ടാവും. അവളെ കാണിച്ച് മേറ്റച്ചെറുക്കനെ വയക്കില്ലേ രൂപ ഉണ്ടാക്കണത്? അത് നിന്റെ തൊഴിലല്ലേ? ഏടി വാങ്ങിച്ച കാളി. മുറ്റത്ത് കയറി വന്ന് കൊല്ലതായിട്ട് പറഞ്ഞുണ്ടല്ലോ. നീ എന്നെ ചെയ്യും? ഏടി വട്ടിപ്പാറു. ചാടാക്കി ചേച്ചി, നീ മരക്കാനും പഠിക്കാൻ പോണതേ ഉള്ളൂ. ആണുങ്ങൾ തുറയിലത്തിനെ കാണാൻ പോയിട്ടുണ്ട്. എന്നിട്ട് തുറയിലത്തിന് എന്നെ ചെയ്യാൻ പോണടി. അധികം തടിയാലെ കൊണ്ട് എന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ചാള മക്കളെ, നമ്മുടെ വള്ളം കണ്ട? നീയും കണ്ട? അയ്യോ, വാടിപ്പോയല്ലോ. വന്ന് ചോറ് തിന്നേച്ച് പോരെ. വല്ലതും ഉണ്ടാടി. ആഞ്ഞിലിയാണെന്ന് തോന്നുന്നു. അതും ഒറ്റത്തടി. പള്ളിക്കുന്നിന്റെ വർക്കത്ത് മുഴുവൻ ഈ വള്ളമായിരുന്നു. പറയാനാ, തുറ നമുക്ക് എതിരാണെന്ന് പറഞ്ഞാലെ കൊണ്ട് മതിയല്ല. പോകാൻ പറയടി. 10-30 രൂപ ഉണ്ടെങ്കിൽ തുറയിലച്ഛൻ നമ്മക്കടെ കൂടെ നിൽക്കും, അറിയാവാ? ഞങ്ങളുടെ വള്ളത്തെ ആരും തൊടണ്ട. നീ എന്താ വള്ളത്തെ തൊട്ട് കളിക്കുന്നത്? ഓടാ, നീ എവിടുത്തെ അല്ലേ, വള്ളത്തേൽ ആരൊക്കെയാ പോകണമെന്ന് വല്ല നിശ്ചയിച്ചാ? അച്ഛൻ കുഞ്ഞാട്ടനല്ലേ നിക്കണ ചോദിരി. ഇനിയൊക്കെ അറിയാൻ പറയും പോലെ അല്ലേ നടക്കുള്ളു. ഇനി നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന്. അല്ലേ, അച്ഛകുഞ്ഞേടെ അവിടെ നിന്ന് കളഞ്ഞ ചമ്പകുഞ്ചായം വന്ന് വിളിച്ചല്ലേ പോയത്? നേരാണ്. വിളിച്ച എന്നിട്ട് എന്താ ഇതുവരെ പറഞ്ഞ കാര്യമേറിയാണ്. എന്നെ വിളിച്ച ആര്? അപ്പം വിളിച്ചില്ലേ? ആ വള്ളത്തിൽ ആരൊക്കെയാണ് പോണത്? എനക്ക് ഇഷ്ടമുള്ളവര്. അപ്പം അങ്ങനെ ആയാ? എന്താ ചമ്പൻകുഞ്ഞ്, തുറക്ക് നാഥനില്ലാതായ? എന്റെ അറിവുകേട് കൊണ്ട് ചെയ്തു പോയതാണ്. അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ പറയണു, പൊറുക്കണം. മേലാൽ അങ്ങനൊന്നും ഉണ്ടാകരുത് കേട്ടാ. ഇല്ലേ? നീ പോയിക്കോ. അത് പോരച്ചോ, വള്ളം ഇറക്കണ ദിവസം അച്ഛൻ കൂടി അവിടെ വരെ ഒന്ന് വരണം. അത് വേണ്ടടാ, നീ വള്ളമിറക്ക്. എനിക്ക് ആരുമില്ലച്ചോ. അവര് വല്ല കുഴപ്പം ഉണ്ടാക്കിയാലാ? ഈ തുറയലാ?
എങ്കിയൊന്നും എനിക്ക് കാണണമല്ല. നീ ചുണയായിട്ട് പോടാ ചെമ്പൻ കുഞ്ഞ്, ഞാൻ ഏറ്റടാ. കറുത്തമ്മ, വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ? മിണ്ടൂല്ലേ? ഞാൻ പോട്ടെ, വല്ലവരും കാണും. കറുത്തമ്മ, എന്നോട് ഇഷ്ടമാണോ? അതെ. എന്നോട് മാത്രം? അതെ. ഞാൻ പോട്ടെ. കറുത്തമ്മ, ഇല്ല, ഞാൻ പോട്ടെ. അല്ല, നമ്മ എന്നാ ചെയ്തെല്ലാരോട്? വല്ലതും ചെയ്യണ ആസൂയ. എന്നാലെ കൊണ്ട് എന്തിനീ പണ്ടാരം വലിച്ചു വെക്കാൻ പോയി? ഉള്ള കാശ് കൊണ്ട് പെണ്ണിനെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ഈ അവരാണ്ടം വരുവാ. നീ പോടി, വള്ളായി. ഇനി ഒരു താങ്ങുവിലയും മത്തിവലയും വേണം, അതുണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ആ, ഇപ്പൊ കണ്ടാ കിടന്ന് കണ്ണു കൊള്ളുന്നത്. ഒരു പണോടെ പൊന്നുണ്ടാക്കിയിരുന്നെങ്കിലാ. ഒരു വഴിയുണ്ട് ചക്കി. എന്നതാ അതോ? ആ ചെറുക്കനെ ഒന്ന് പിടിച്ചാ പറ്റും. പതുക്കെ പറ. ആ, അത് കുറച്ചില്ലാന്നാ കറുത്തമ്മ പറയുന്നത്. അവൾ അറിഞ്ഞാ വഴക്കാ. പിന്നെന്നാ ഒരു വഴി? ആ, നീ 500 രൂപ പരിവ് കൂട്ടി തരണം. നീ ചോദിക്കണം. എനിക്കിപ്പം മേല. ആ, എന്നാലെ കൊണ്ട് വള്ളം കരയിലിരുന്ന് പോട്ടെ. ആ പോട്ടെ. ഈ കാശെല്ലാതൊക്കെ തിരിച്ചു കൊടുക്കുക. ഞാൻ ഏറ്റുന്ന് പലിശ സഹിതം തിരിച്ചു കൊടുക്കാടി. നീ ഒന്ന് പോയി നോക്ക്, ഒന്ന് ചെല്ലു. നിങ്ങൾ മനുഷ്യനെ കൊല്ലാൻ തട്ടണേണോ താല പേറിക്കാനെ കൊണ്ട്? ഇപ്പൊ തന്നെ പോണോ? ഒന്ന് ചെല്ലണ്ട ചക്കി, ചെല്ലടി. കിട്ടിയാടി, കിട്ടിയാ? നീ മുടിക്കാണടി. പാവം ചെറുക്കൻ. ആ, മറ്റന്നാ നല്ലൊരു നേരമുണ്ട്, അന്ന് നമുക്ക് വള്ളം ഇറക്കണം കേട്ടോ ചക്കി. ഈ രൂപ നിങ്ങൾ എന്ന് കൊടുക്കും? എടി, അതൊക്കെ കൊടുക്കാടി. നിങ്ങൾക്ക് നാണം ഉണ്ടാ മറക്കാനേ? ഇങ്ങനെ വിളിക്കാത്ത സദ്യക്ക് പോകാനെ കൊണ്ട്. നീ നിന്റെ പാട്ടിന് പോടി. ചമ്മക്കുഞ്ഞും ഞാനുമായിട്ട് ഇന്നലെയുള്ള പഴക്കമല്ല. അവനെന്നെ വിളിക്കാതിരിക്കാല. വള്ളം ഇറക്ക്, സമയമായി ചമ്പ കുഞ്ഞെ. നന്നായി വരട്ടെ. തള്ളുവേലായതാ. എന്നാ എങ്ങനെ ഇരിക്കുന്ന അച്ഛൻകുഞ്ഞെ? തൂക്ക് പടിഞ്ഞാട്ടല്ലേ, ചരിവ് തെക്കോട്ടാ. ഓണമാണോ അച്ഛൻ കുഞ്ഞേട്ടാ? നല്ലതാണ് പെണ്ണ, ദോഷം വരികയില്ല. മീനെല്ലാം എനിക്കല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? പൊന്നും വില തരാം. അത് കുഞ്ഞിന്റെ ഇഷ്ടം. ഈ ചാകരി അങ്ങോട്ട് കഴിയുമ്പോ കുഞ്ഞിന്റെ കാശ് അങ്ങോട്ട് തരാം. എനിക്കിപ്പോ വേണ്ടെങ്കിലോ? അയ്യോ, അത് വേണ്ട കുഞ്ഞെ, കുഞ്ഞിന്റെ കാശ് അങ്ങോട്ട് തന്നേക്കാം. അവന്റെ വള്ളത്തെ പോകാന്ന് വിചാരിക്കാൻ വേറെ വള്ളത്തേലും പോയില്ല. ആ അനുഭവീരെ, ചെമ്പക്കുഞ്ഞും ഞാനും ഒന്നാണെന്നും പറഞ്ഞ് നടന്നതല്ലേ? ആ, ഒരിറക്കം കൊണ്ട് നേരം വെളുക്കിയാലല്ല. നല്ല പെണ്ണേ, ഞാനത് മേടിക്കും. എന്നതാ? വള്ളവും മലയും. അത് വല്ല ആണുങ്ങളും പറയട്ടെ മറക്കാനേ. മേടിക്കുവടി, മേടിക്കും. അപ്പം പിന്നെ എന്റെ പേരെന്നതാണ്? വലക്കാരൻ അച്ചൂഞ്ഞ്. നിന്റെ പേരെന്നതാണ്? തേങ്ങാക്കൊല.
ചമ്മകുഞ്ഞിയുടെ വെള്ളമല്ലേ? ആ വരവൊരു ശേലാണേ. പലതൊക്കെ പറയാടി വന്നു. മത്തിയാണ് വെയ്ത്ത്. ദേ കാട്ടുകൊത്തി കൊണ്ടുപോകണം. ആ ഒരു വാളുണ്ട്. വേഗം നട വേലായതാ. അമ്മച്ചി മത്തിയാണ് അമ്മച്ചി മത്തി. അതിന്നൊരു വിട്ടമീൻ ഞാൻ എടുക്കുമല്ലോ, ഉണക്കി വിൽക്കാനാ. അമ്മച്ചി മോള് കൂടെ വന്നിരിക്കുന്നു. നല്ല വെയിറ്റാണല്ല. കുഞ്ഞു വിലക്കാരൻ മീൻ എനിക്ക് കച്ചവടം ചെയ്യുന്ന രൊക്കം പൈസ ഉണ്ടാ, എനിക്ക് കാശ് വേണം. അങ്ങോട്ട് വാടി. റൊക്കം പൈസ ഞാൻ തരാം. മീൻ എന്ത് വേണം? വില പറ. കൊച്ചു മുതലാളിക്ക് മീൻ കൊടുത്തില്ല അമ്മച്ചി. വില പറഞ്ഞില്ലേ കുഞ്ഞെ? രൊക്കം രൂപ ഇല്ലായിരുന്നു. പുന്നം വില കൊടുക്കായിരുന്നു. എന്റെ അമ്മച്ചി, എനിക്ക് സഹിക്കാൻ മേല അമ്മച്ചി. നീ കരയാതെ, കൊച്ചുമോലാളിയുടെ കാശ് നമുക്ക് കൊടുക്കാം. പൊടിച്ചു കളഞ്ഞില്ലേ എന്റെ മോളെ? വല്ലടാകത്ത് മീൻ കയറിയ മരക്കാന്റെ മേത്ത് കലിയല്ലേ? അതിരിക്കട്ടെ, നിങ്ങൾ കൊച്ചുമോലാളിക്ക് മീൻ കൊടുക്കാത്തത് എന്താണ്? അയ്യാടെ രൂപയില്ലഞ്ഞിട്ട്. അയാളുടെ രൂപയെല്ലാം നിങ്ങൾ തന്നെയല്ലേ മേടിച്ചത്? നീ നിന്റെ കാര്യം നോക്ക്. ഇതൊന്നും ദൈവം പൊറുക്കില്ല കേട്ടോ. വേണ്ട, പൊറുക്കണ്ട. ഇതിൽ ഇന്ന് ആ കൊച്ചുമോലാളിയുടെ രൂപ അങ്ങ് കൊടുക്കരുതാ. വരട്ടടി, ആ പള്ളിക്കുന്നിനും കെട്ടിയോളും സൂഹിക്കണത് പോലെ നമുക്കൊന്ന് സൂഹിക്കട്ടാടി ഇപ്പോഴത്തെ ഈ വയസ്സാം കാലത്താ. എന്താണ്ടി, അയാളെ കെട്ടിയോക്ക് നിന്റെ പ്രായമുണ്ട്. പക്ഷേക്ക് ഒരുങ്ങിപ്പിടിച്ച് വരണത് കണ്ട അയ്യാ കണ്ണ് മിഞ്ചിപ്പോകും. എനിക്ക് കേക്കണ്ട അല്ല പെണ്ണുങ്ങളുടെയൊക്കെ വിശേഷം. നിന്നെ ആ പാപ്പി കുഞ്ഞിനെ പോലെ ഞാനൊന്ന് വണ്ണം വെപ്പിച്ചെടുക്കും. എന്നിട്ട് നമുക്കൊന്ന് സൂഹിക്കണോടി. എന്താണ്ടി?